വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻകറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഹോസ്റ്റലിലുള്ളവർക്കും ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ നല്ല സ്വാദോട് കൂടി ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാകും. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും തേങ്ങ അടങ്ങിയ ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ വെയിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഈ മീൻകറിയിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് ഇത് വളരെയധികം കുട്ടികൾക്കും ഇഷ്ടമാകും. പിന്നെ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കറിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയ സൈസിലുള്ള അയലയാണ്. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല തക്കാളി എടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. അപ്പം നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞു, തക്കാളി അരിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കുറച്ച് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരിച്ചെടുക്കാം. പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ആ മഷി പോലെ അരച്ച പേസ്റ്റ് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് മീൻ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. ചെറിയ സൈസ് അയല ആയതുകൊണ്ട് ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. അതൊന്നായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. സോ ഇനി മീൻ ഇരുന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ കറി റെഡി. അപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ ഇവിടെ ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം.